മലയോര ജനതയുടെ ചിരകാല സ്വപ്നമായിരുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം നടക്കുന്ന സ്ഥലം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇതെന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോടിന്റെയും വയനാടിന്റെയും മലയോര പ്രദേശങ്ങളുടെ സമഗ്ര വികസനത്തിനായുള്ള വഴിയാണ് ഇതിലൂടെ നമ്മുടെ സർക്കാർ തുറന്നിടുന്നത്. ഇനി നമ്മുടെ ഈ തുരങ്കപാതയ്ക്കായുള്ള കാത്തിരിപ്പ് വെറും 60 മാസം മാത്രമാണ്. ഈ ഒരു ടണൽ എന്ന ആശയത്തിലേക്ക് എത്തിയതെന്ന് അറിയാമോ? 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ആദ്യ 100 ദിന കർമ്മ പരിപാടിയിൽ ഇത് ഇടം പിടിക്കുകയും അതിനുശേഷം തുടർന്ന് അങ്ങോട്ടുള്ള ഇച്ഛാശക്തിയോടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിത് ഈ കാണുന്ന പോലെ ഈ ഒരു തുരങ്കപാത എന്ന സ്വപ്നം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ 5.58 കിലോമീറ്ററും കോഴിക്കോട് 3.15 കിലോമീറ്ററുമായി മൊത്തത്തിൽ 8.73 കിലോമീറ്ററാണ് ഈ തുരങ്കപാതയുടെ ദൈർഘ്യം വരുന്നത്. ഇതിൽ തന്നെ 8.1 കിലോമീറ്റർ ഇരട്ട ടണൽ എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഇപ്പോഴും 18ാം നൂറ്റാണ്ടിൽ കരിന്തണ്ടൻ തെളിയിച്ച പാതയിലൂടെ താമരശ്ശേരി ചുരത്തിലെ ആ മണിക്കൂറുകൾ നീണ്ട ദുരിതയാത്ര ചെയ്യുന്ന മലയാളിക്ക് കാലത്തിനൊത്ത വികസന പാതയാണ് ഇതിലൂടെ നമ്മുടെ സർക്കാർ തുറന്നിടുന്നത്.